ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഫ്രിൻഡോ ജെയിംസ്. ചാലക്കുടിക്കടുത്ത് കാതിക്കുളം എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് എൻ്റെ അപ്പനും വരുന്നത്. എറണാകുളം അങ്കമാലിയുടെ അതിരൂപതയുടെ കാതിക്കുളം സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയുടെ കീഴിലുള്ള കാതിക്കുളം ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് പറയാനുള്ളത്, ഞങ്ങളൊരു മരിയൻ കുടുംബ ഭക്തരാണ്. 20 വർഷങ്ങളായി എനിക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു. 2004 തൊട്ട് 2024 വരെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു. ഞാൻ ഒരു ഡിസേബിൾഡായ ഒരാളായിരുന്നു. കാലുകളൊക്കെ എൻ്റെ നടക്കാൻ പറ്റാതെ ഉള്ളൊരവസ്ഥയായിരുന്നു. അന്ന് അമ്മയ്ക്ക് പരിചയമുള്ള കുറച്ച് സിസ്റ്റർമാരൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എൻ്റെ 2 കാലുകളും നിവർത്താനും ചികിത്സയും ഒക്കെ കിട്ടി നടക്കാൻ കഴിഞ്ഞത്. പിന്നീട് 2004 തൊട്ട് ഞാൻ പഠിച്ച് ഓരോ കോഴ്സുകളൊക്കെ പാസ്സായി തൊഴിൽ തേടി സിവിൽ പഠിച്ചു, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ പഠിച്ചു, മാള IT-യിലൊക്കെ അന്ന് തൊടി ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. ഇന്നോളം കിട്ടിയില്ല. അപ്പോൾ 2019 എൻ്റെ അപ്പൻ ഉടമ്പടി എടുത്തു. എന്നിട്ടും എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. 2024 എൻ്റെ പേരിൽ ഇവിടെ വന്ന് അപ്പൻ്റെ കൂടെ വന്ന് ഇന്നും അപ്പം കൂടെ വന്നിട്ടുണ്ട്, ഒരു ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി പൂർത്തിയാക്കി ഒരു വർഷം തികയുന്നതിന് മുൻപ് ഭിന്നശേഷിക്കാർക്കായിട്ട് മാതാവിനോടും ഈശോയോടും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളും മാതാപിതാക്കളും ധാരാളം വേദനിക്കുന്നുണ്ട്. അവരുടെ വേദനകളും അസ്വസ്ഥതകളും മാതാവ് ഏറ്റെടുക്കണേ, യേശുവെ ഏറ്റെടുക്കണേ എന്ന് ലൈറ്റിൽ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് വഴി അപേക്ഷ നടത്തി. ഇതിൻ്റെ ഫലമായി ബഹുമാന്യനായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ദ്രചൂഡ് സാർ ഒരു വിധി പുറപ്പെടുവിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഒരു നിയമനം കൊടുക്കണമെന്ന്. അന്ന് 2019 ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയതിൻ്റെ ഫലമായിട്ട് BA പാസ്സാവുകയും തുടർന്ന് B.Ed പാസ്സാവുകയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോളേജ് എനിക്ക് വേണ്ടി ചാലക്കുടിയിൽ വരികയും അതിലൊരു സീറ്റ് 90% 19% എബോവ് ഉള്ളവരുടെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് ബിരുദം പാസ്സാവാനും കഴിഞ്ഞു. പിന്നെ അപ്പോഴാണ് അറിയുന്നത് ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റ്, ടെറ്റ് പാസ്സാവണം, നെറ്റ് പാസ്സാവണം, സെറ്റ് പാസ്സാവണം, ഇതിലേതെങ്കിലും ഒന്ന് മാതാവ് എനിക്ക് തരണേ എന്ന് പറയുകയും ടെറ്റ് പാസ്സാവാൻ എന്നെ മാതാവ് അനുഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് BA B.Ed ടെറ്റും പാസ്സായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൊച്ചു ജോലി. 20 കൊല്ലമായല്ലോ ഞാൻ അലയുന്നു മാതാവേ. ഒരു വിദേശത്തേക്ക് എനിക്ക് പോകാനില്ല, ആരും കൊണ്ടുപോകാനില്ല. ചുറ്റുവട്ടന്ന് നിയറസ്റ്റ് ഒക്കെ ആയാലും ആരും നമുക്ക് ഓപ്പോസിറ്റായിട്ട് വരുമ്പോൾ മാതാവും യേശുവും മാത്രമേ ഉള്ളൂല്ലോ. എനിക്കൊരു കൊച്ചു ജോലി തരാമോ, വിദേശത്തേക്ക് പോകാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഈ കഴിഞ്ഞ 19/11/2025 എറണാകുളം അങ്കമാലി എറണാകുളം എംപ്ലോയ്മെൻറ്റ് വഴി ഒരു ജോലി കിട്ടുകയും ആ ജോലി താൽക്കാലികമായിട്ട് ധാരാളം ആളുകൾ ഈ ജോലി ഇവന് ഞങ്ങളാണ് വാങ്ങിക്കൊടുത്തതെന്ന് പറഞ്ഞു രാഷ്ട്രീയക്കാർ. അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മേ രാഷ്ട്രീയക്കാരുടെ പ്രേരണയല്ലല്ലോ എനിക്ക് വേണ്ടത്, എൻ്റെ അമ്മ നേരിട്ട് തന്നൂടെ ഒരു കൊച്ചു ജോലി. ഞാൻ എത്രയോ കാലമായി ദാഹിക്കുന്നു, 20 കൊല്ലങ്ങളായില്ലേ. അങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് അത് മാറി. സുപ്രീം കോടതിയുടെ ഒരു വക്കീൽ നേരിട്ട് ഇടപെടുകയും കേരള ഗവൺമെൻറ്റിൻ്റെ സമിതി രൂപീകരിക്കുകയും തൃശ്ശൂർ ജില്ല അതിലൊരു ഇൻ്റർവ്യൂ നടത്തുകയും 12/11/2025 നടന്ന ഇൻ്റർവ്യൂവിൽ എൻ്റെ മുത്തിയുടെ നടയിൽ എനിക്ക് വേണ്ടി 32 പേരെ സെലക്ട് ചെയ്തതിൽ അതിലൊരാളായിട്ട് ഈ മാസം എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ ജോലി ചെയ്തു എന്ന് എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടി. ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് വഴി ധാരാളം അനുഗ്രഹങ്ങൾ, വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു 20 കൊല്ലങ്ങളായിട്ടുള്ളത്. അതിനെല്ലാം മാതാവിന് നന്ദി പറയുന്നു. പിന്നെ മാതാവിൻ്റെ അനുഭവം എനിക്ക് 2004 ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മുത്തിയമ്മയുടെ അടുത്ത്, ഞങ്ങൾ കൊറ്റിപ്പള്ളിയാണ്, ഫൊറോന പള്ളി, അവിടെ മുത്തിയുടെ ഇടവകയാണ്. കൊച്ചു ഗ്രാമമായ ഞങ്ങളുടെ പള്ളിയും മാതാവിൻ്റെ സ്ഥലമാണ്. അവിടെയും ഈ അമ്മ, ഞാനൊരു ദിവസം ജോലി തേടി അലയുമ്പോൾ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരമ്മ വന്നിരുന്നു പുലർച്ചെ. ആ അമ്മ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു പുലർച്ചെ ആയി കഴിഞ്ഞപ്പോൾ. അന്ന് തൊട്ട് ഇന്നോളം ഞാൻ 20 വർഷമായിട്ട് എൻ്റെ മാസങ്ങളിൽ കുറ്റങ്ങളും കുറവുകളും ബലഹീനതയൊക്കെ ഉണ്ടെങ്കിലും ഓടിപ്പോയി കുമ്പസാരിക്കും. ഇന്നോളം 20 മാസങ്ങളായി കുമ്പസാരിക്കുന്നു, ഒരു കൊച്ചു. പിന്നെ കൃപാസനത്തിലെ പത്രം വിതരണം ചെയ്യും. പിന്നെ പുറത്ത് ഇടത്തെ കൈ ഒരു കൈ ചെയ്യുന്നത് അറിയാതെ കൊച്ചു ത്യാഗങ്ങളും കൊച്ചു നന്മകളും മറ്റുള്ളവർക്ക് ആകാൻ കഴിയുന്ന വസ്ത്രങ്ങളും കൊച്ചു ഭക്ഷണങ്ങളും ഞാനറിയാതെ ആരോടും പറയാതെ കൊണ്ടുപോയി കൊടുത്ത് വിശാക്കി കാഴ്ചവെക്കും. ഇതാണ് എൻ്റെ കൊച്ചു സാക്ഷ്യം. ഇത്
ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും തിരുമുമ്പിൽ ഇവിടെ വന്ന് പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളും പ്രതീക്ഷിക്കുന്നു. നന്ദി. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വചനമാണ്. കൃപയ്ക്ക് മേൽ കൃപ. ദൈവകൃപ മാത്രമല്ല, തുടർച്ചയായി ഒരിക്കലും തീരാതെ ലഭിക്കുന്ന കൃപയാണ് കൃപയ്ക്ക് മേൽ കൃപ. നമ്മുടെ രക്ഷയും ജീവിതവും നമ്മുടെ യോഗ്യതയിലല്ല, ഈശോയുടെ കൃപയാൽ ലഭിക്കുന്നതാണ്. നമ്മുടെ ശക്തിയിൽ നിന്നല്ല, ഈശോയുടെ നിറവിൽ നിന്നാണ് നമുക്കാവശ്യമുള്ളതെല്ലാം. ഒരുപക്ഷെ നമ്മൾ ഫിസിക്കലി ഫിറ്റല്ല, ആരോഗ്യമില്ല, കാഴ്ചക്കുറവുണ്ട്, ഭിന്നശേഷിയാവാം. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. നമ്മൾ ശൂന്യമാകുമ്പോഴും അവൻ ഒരിക്കലും ശൂന്യമാവുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും സമ്മർദ്ദങ്ങളിലും അനിശ്ചിതത്വങ്ങളിലും സാമ്പത്തിക പ്രശ്നങ്ങളിലും ജോലിയില്ലായ്മയിലൂടെയൊക്കെ പോകുമ്പോൾ ക്ഷീണിച്ചവർക്കും തളർന്നവർക്കും വീണുപോയവർക്കും എല്ലാവർക്കും ദൈവം പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതിയാവുമെന്ന്. കൃപയ്ക്ക് മുകളിൽ കൃപ ലഭിച്ച ഒരു വ്യക്തിയുടെ ഒരു നല്ല ദൈവസാക്ഷ്യമാണ് നാം ഇന്ന് കേട്ടത്. ഫ്രിൻഡോ ജെയിംസ് എന്ന മകൻ്റെ 20 വർഷത്തോളം ജോലിക്ക് വേണ്ടി കാത്തിരുന്നു. പിന്നീട് അച്ഛൻ വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഈ മകനും വന്ന് കാഴ്ചക്കുറവുണ്ടായിരുന്നു, പല പരിമിതികളും ഉണ്ടായിരുന്നു. എങ്കിലും അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് പല പ്രാവശ്യവും ഉടമ്പടിയിൽ വെച്ചിരുന്നത്. ടെറ്റ് എക്സാം പാസ്സാകാനും BS എക്സാം പാസ്സാകാനും UPST ഗവൺമെൻറ്റിൽ ജോലി കിട്ടാനുമൊക്കെയുള്ള അസാധ്യമായ ആഗ്രഹങ്ങളാണ് ഈ മകന് നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് പല നിയമങ്ങൾ പോലും സർക്കാർ മാറ്റി. ഈ മകന് ലൈറ്റ് എ ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് ഇമ്മീഡിയറ്റ് നീഡിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ ആ മകൻ്റെ ആഗ്രഹപ്രകാരം ഭിന്നശേഷിക്കാർക്കായ കുട്ടികൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കും സഹായം വേണമെന്നാണ് ഈ മകൻ പ്രാർത്ഥിച്ചത്. തനിക്ക് മാത്രമല്ല, തന്നെപ്പോലുള്ള മറ്റുള്ളവർക്കും വേണ്ടിയാണ് ഈ മകൻ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മ ഈശോയിലേക്ക് കൊണ്ടുപോവുകയും പിറ്റേ ആഴ്ച തന്നെ ആ നിയമം പാസ്സാക്കുകയും ചെയ്തത്. സുപ്രീം കോടതി വിധി വരികയും എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഒരു സീറ്റ് എല്ലാ ഭിന്നശേഷിക്കാർക്കും കൊടുക്കണമെന്നുള്ള നിയമം വരികയും ഈ മകന് തന്നെ നല്ലൊരു എയ്ഡഡ് സ്കൂളിലേക്ക് ഒരു ജോലി നിയമനം ലഭിക്കുകയും ചെയ്തത്. ഈ മകനിപ്പോൾ ഒരു ടീച്ചറായിട്ട് കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയിൽ ഒരു പ്രസ്റ്റീജിയസ് സ്കൂളിലേക്കാണ് ഈ അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. അത് ഈശോയുടെയും അമ്മയുടെയും കൃപ മാത്രമാണെന്നാണ് ഈ മകൻ സാക്ഷ്യപ്പെടുത്തിയത്. കാരണം മെറിറ്റിൽ എനിക്ക് അല്പം കുറവാണ്, പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ നമ്മളുടെ മെറിറ്റില്ലായ്മ, നമ്മുടെ കുറവുകളെല്ലാം നിറവാക്കുന്ന ഈശോയും അമ്മയുമാണ് നമ്മുടെ കൂടെയുള്ളതെന്ന വിശ്വാസത്തോടെയാണ് ഈ മകൻ പറഞ്ഞത്. 32 പേരിൽ ഒരാളായിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടിയെന്നാണ്, അതും വീടിനരികിൽ തന്നെ. അതും ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ് നമ്മെ നിലനിർത്തുന്നത്. ഭാവിയെക്കുറിച്ച് പറയപ്പെടുമ്പോൾ നാളേക്കുള്ള കൃപയുമാണ് ഈശോ നമുക്ക് തരുന്നത്, ദൈവം നമുക്ക് തരുന്നത്. ഇന്നത്തേന് മാത്രമല്ല, കൃപയ്ക്ക് മേൽ കൃപയെന്നാണ്. അതുകൊണ്ട് ഭാവിയെക്കുറിച്ച് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെയാണ് ഈ മകൾ കുടുംബത്തിൻ്റെ കാര്യവും പറഞ്ഞത്. വീടിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട് അതൊരു മെയിൻ്റനൻസ് വേണമായിരുന്നു. അതും 20 വർഷത്തിന് ശേഷം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ മകന് ഇതൊക്കെ സാധ്യമായത്. തന്നെയുമല്ല, മാതാവിൻ്റെ സാന്നിധ്യം ഈ മകന് കൊരട്ടിപ്പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരമ്മ വരികയും ആ അമ്മ പറഞ്ഞു, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്ന അമ്മയാണെന്ന്. അത് ആ മകൻ വിശ്വസിക്കുന്ന കൃപാസനം അമ്മ തന്നെ എനിക്ക് വെളിപ്പെടുത്തി തന്നതാണെന്നാണ് ഈ മകൻ്റെ വിശ്വാസം. ഇതാണ് കൃപയുടെ മേൽ കൃപയെന്ന് പറയുന്നത്. മക്കൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ കൂടെ നിൽക്കുകയാണ്. നമ്മുടെ കുറവുകൾ നോക്കാതെ ഈശോയിലുള്ള നിറവ് നോക്കി നമ്മുടെ മനസ്സുകൾ ആശ്വാസത്തോടെ ദൈവത്തിൽ അർപ്പിക്കുമ്പോഴാണ്. നമ്മുടെ മനസ്സ് തളരുമ്പോൾ ആശ്വാസത്തിൻ്റെ കൃപ ദൈവത്തിലാണ്. പാപബോധം വരുമ്പോൾ ക്ഷമയുടെ കൃപ ദൈവത്തിലുണ്ട്. മുന്നോട്ട് പോകാൻ ഭയം തോന്നുമ്പോൾ ധൈര്യത്തിൻ്റെ കൃപ ഈശോയിലുണ്ട്. ഈശോയിലാണ് ദൈവത്തിൻ്റെ മുഴുവൻ നിറവും വസിക്കുന്നത്. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ഈശോയുടെ നിറവിലേക്ക് നയിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഈശോയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഓരോ കുറവുകളും ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥനയിൽ പോലും ശക്തിയില്ലാതിരിക്കാം, പക്ഷേ പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ശൂന്യമാണെന്ന് തോന്നുമ്പോൾ ദൈവത്തിൻ്റെ നിറവും മതി. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയിലേക്ക് നമ്മുടെ വിശ്വാസത്തോടെ കൃപാസനം അമ്മ ഈശോയിലേക്ക് നമ്മളെ കൈപിടിച്ച് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും
ഫ്രിൻഡോ ജെയിൻസിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.